കണ്ണമോൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഫേവറേറ്റ് ആണ് നായിന്റെ മോൻ. സത്യം പറഞ്ഞാൽ മുഴുക്കുകാരൻ പെണ്ണാഴ്ചകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ പക്ഷേ നമ്മളെ സിറ്റിയിൽ ചെറിയൊരു വെളി പറയണ്ട ഒരു അധോലോകമാണ്. ഈ ആഴ്ച തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു 2 കോടി വെച്ച് കൊണ്ടുതരണം. ഗുണ്ടാ പിരിവ് കൊണ്ട് ഇവിടെ പിരിച്ചോണ്ട് വന്നില്ലെങ്കിൽ തലവെട്ടി കളയും. SRK വാടാ മൂത്രയ്ക്കാൻ മുട്ടനെ പിടിച്ച സ്കോച്ച് സരളയോ പ്രശ്നമാണേ മൊത്തം പ്രശ്നമാണേ. ആജേ മോനെ ആജേ എന്താണ് ഒരു പുച്ഛം? നീ വള്ളി എടുക്കുന്നുണ്ടോ? അല്ലെ വള്ളിയൊന്നും എടുക്കുന്നില്ലല്ലോ അല്ലേ? ഞാൻ അപ്പോഴത്തെ ഒരു ആവേശത്തിൽ പറഞ്ഞ കേട്ടോ. മറന്നല്ല ഞാൻ ഇറങ്ങുവാണേ. എടാ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഗ്യാങ് ലിസ്റ്റിൽ എന്റെ പേരില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം അത്. കോലീഡറൊന്നും ഇല്ലല്ലേ, ചുമ്മാ ഒരു ലിസ്റ്റിൽ പോലും പേരിട്ടിട്ടില്ല. എനിക്കൊന്നും വയ്യ വള്ളി എടുക്കാനൊന്നും. ഇവിടെ വേറെ ഇനി മക്കളുള്ള ആരുണ്ട്? മക്കള് ഭാര്യ കല്യാണം കഴിഞ്ഞ ആരിലുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഇപ്പൊ ചന്ദ്രന് മാത്രം തന്നെയല്ലോ കഴിഞ്ഞത്. കല്യാണം ആരും കഴിക്കുന്നില്ല, മനസ്സിലായ? ഓ എല്ലാരും കൂടല്ലേ? എല്ലാരും സത്യം പറഞ്ഞു കല്യാണം കഴിക്കുന്നില്ല ആരും. അണ്ണൂനെ ഞാൻ കൊണ്ടുവരും. അണ്ണൂനെ ഞാൻ കൊണ്ടുവരും. ഒരു 2-3 ഡേയ്സിൽ ചിലപ്പോ അണ്ണു വരും കേട്ടോ. എല്ലാരും ഒന്ന് കാണാൻ റെഡി ആയിട്ട് നിക്കണേ. അണ്ണുവിനെ അറിയില്ല എല്ലാവർക്കും. എല്ലാരും പറ്റുവാണെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് വരണേ അനുഗ്രഹം വാങ്ങിക്കാൻ. കേട്ടോ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളാണ്. അപ്പൊ അനുഗ്രഹം വാങ്ങിക്കാൻ എല്ലാരും ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല അനുഗ്രഹം വാങ്ങിട്ട് തരാം. ഈ റേഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നിനും ഇനി നമ്മുടെ കുടുംബത്തില് കല്യാണം കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? നീലനോ? കല്യാണം കഴിഞ്ഞാടാ നിന്റെ? കല്യാണം കഴിയാതെ 3 പിള്ളേരുള്ളൊരു. അതെ നിനക്ക് മകളുണ്ടോ? എങ്ങനെ? 5 മക്കൾ എന്ന് പറയുമ്പോ നിന്റെ ബ്ലഡ് ആണോ? ദത്തെടുത്താണോ? രക്തബന്ധോ? അതെന്ത്? എടാ ഒന്നിരിക്കണം കേട്ടോ, എല്ലാരും കൂടെ ഒന്നിരിക്കണം നമുക്ക്. എനിക്ക് ആദ്യം നിന്റെയൊക്കെ ബന്ധങ്ങളെ പറ്റി അറിയണം, എന്നിട്ട് നിന്നെയൊക്കെ പറ്റി അറിഞ്ഞാ മതി. എടാ എന്തൊക്കെയാടാ നടക്കുന്നുണ്ട് ഗ്യാങ്ങില്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ദത്തെടുക്കല്, മറ്റേ കുട്ടികളെ ഉണ്ടാക്കല്, പെണ്ണുങ്ങളെ, നമ്മളെ ഗ്യാങ്ങിന്റെ. അത് ഗ്യാങ് ഹൗസിലോട്ട് വേണ്ട, ഗ്യാങ് ഹൗസിലോട്ട് കൊണ്ടുവരണ്ട. നീ വേറെ എവിടെയെങ്കിലും മീറ്റിംഗ് അറേഞ്ച് ചെയ്യ്. ഒരു നോക്കാം. ഇവൻ വിളിച്ച ഗേൾസ് വരുവാടാ. ഇവൻ വിളിച്ച ഗേൾസ് വരും. ഇവൻ ഇപ്പൊ എല്ലാരും മനസ്സിലായ? ഇവനിപ്പോ ആരും ഗേൾഫ്രണ്ട് എന്താക്കലില്ല. എല്ലാരും എങ്ങനെയാണ് നമ്മളെ ഇത് TV അടിച്ചത്. എന്താ വാട്സാപ്പിൽ ചാറ്റ് വരാത്തത്? അടിച്ചല്ലോ TBA. അപ്പൊ വാറായിരിക്കും. അടിച്ചു നോക്ക്. നിനക്കറിഞ്ഞൂടല്ലേ? ഞാൻ എന്തിനു വാർച്ചാറ്റൊക്കെ എടുത്ത് ബൗസ്. അതല്ലോ ഉമ്മൊക്കെ ഇട്ട് കഴിഞ്ഞ വള്ളിയാണ് കേട്ടോ ബൗസ്. ഉമ്മൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ വള്ളിയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ആരായിട്ട് വള്ളി പിടിച്ചിരുന്ന EVX അവരായിട്ട് വള്ളി പിടിച്ചു, മനസ്സിലായ? ചോദിക്കിപ്പോ വിഷ്ണു സ്മൈൽ വിഷ്ണു ബ്രോ ബാബുശ്ശേരി ബാക്ക് ടു റെഗുലർ സ്ട്രീം മോഡ് ആയാലോ? ഹാപ്പി ടു സീ യു ബാക്ക് വിഷ്ണു ബ്രോ. ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് ഞാൻ. താങ്ക് യു സോ മച്ച് 500 rupees സൂപ്പർ ചാറ്റ്. മീൻസ് എ ലോട്ട് വിഷ്ണു ബ്രോ. താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. ബുദ്ധിമുട്ടില്ല. താങ്ക് യു സോ മച്ച്. ഇപ്പൊ എനിക്കൊരു ഹുമ്മാരിൽ വെച്ചിട്ടുണ്ടോടാ? ഹുമ്മാരിൽ വെച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മളെ ചാറ്റ് ഒക്കെ കഴിഞ്ഞാലേ ബാക്കി വാട്സാപ്പിലുള്ളവന്മാരൊക്കെ ഇറങ്ങുവാണ്, മനസ്സിലായില്ലേ?
ആ നിർത്തി ചാറ്റ് തന്നെ ഇല്ല വെച്ചിട്ടാണ് മനസ്സിലായ. പുതിയ ആളല്ലടാ ഓജി ഓ ഒടുക്കത്തെ ഗ്ലാമർ. അത് ആ ചാറ്റിൽ കാണത്തില്ല. സുജിത് ബ്രോ സൂപ്പർ ചാറ്റ്. എജാർക്കേ മണിയുണ്ട് വന്നേരാ എജാർക്കേ ആ ബാബുസേൻ പറ ബാബുസേൻ. നീ വാ മുതുകില് വാ മുതുകില്. ഞാൻ മുതുകിലുണ്ടല്ലോ. ബാബു സേട്ടേന്ന് ഖലിഫുള്ള ആന്റണി എക്സ്റ്റേറ്റാണോ? ആ ദാ വരുന്നു. ആ ഓ ഫാൻസ് ഉണ്ട് ട്ടാ, പോയിട്ടില്ല. ഓജി അടിച്ച്. അല്ല ബാബുശാൻ ബാക്കിൽ എന്തുവാ പ്രൊമോഷൻ ആണോ? പ്രൊമോഷൻ അല്ലടാ. കഴിഞ്ഞ വരെ വന്നിട്ട് വല്ലായിരിക്കുന്നു കാശ് വല്ലതും കടം മേടിച്ച ചന്ദ്രന് കൊടുക്കാൻ വേണ്ടി പാരീസിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന പാരീസ് ചോക്ലേറ്റ് ആണ് ഇത്. പിന്നെ ആർക്കോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചോണ്ട് വന്ന ചോക്ലേറ്റ് ആണ്. പിന്നെ ഈഗിൾ ബ്രോക്ക് വേണ്ടി സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൊറേ നാളെ അവിടെ ഇരിക്കുക, എടുത്ത് മാറ്റി. എടാ പിന്നെ ഗണ്ണാപ്പിയുടെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞോ? ലാഡ ഇവിടെ ഉണ്ട്. നമ്മുടെ അനിയനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ട് നമ്മൾ പരിചയപ്പെട്ടില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? കണ്ണമോൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഫേവറേറ്റ് ആണ് നായിന്റെ പണി. അല്ലാതെ നമ്മള് ഫേവറേറ്റ് അങ്ങനെ പറയുന്നത്. സ്നേഹം കൂടുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലാരും. സത്യം ചോക്ലേറ്റിന്റെ തൊട്ടില്ല. ഇല്ല ആള് സിറ്റി ഇല്ല. എല്ലാരും വിളിച്ച് പറയാ യുമാരെല്ലാം എനിക്ക് നേരിട്ട് അറിയടാ. ഇൻ ഗെയിമില് പരിചയമില്ലാത്തതേ ഉള്ളൂ, എല്ലാത്തിനും നേരിട്ട് അറിയാം. ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് റിക്രൂട്ട് ചെയ്തത് ഞാൻ ഒരാഴ്ച മുന്നേ അറിഞ്ഞു. കണ്ണാപ്പി, ലാറ, ബോബോയി, അവളുടെ പേര് പറഞ്ഞതല്ല, പാത്തു, ബേബി പാത്തോ. ഒരു മിനിറ്റ് വിളിച്ചു നോക്കട്ടെ. വിളിക്കണം. ഇത് ഞാൻ പറയാ കണ്ണാപ്പി ബോബോയി, ബീബി പാത്തു ബോബോയി. അതെങ്ങനെ ശരിയാണ്? അല്ല മനസ്സിലായില്ല. കാത്തുപ്പെണ്ട് ആരാടാ? എന്റെ ഉള്ളത് കാത്തുപ്പെണ്ണ് ലൂസിയാരായി. അവരൊക്കെ പോയി വർഷങ്ങളായി ബാബുസേൻ. ലെക്സ്ലി അത് ഒരു പുതിയ കൊച്ചായിരുന്നു. പോയോ? ഇല്ല ഇപ്പൊ ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. നിനക്ക് പരിചയമുണ്ടോ? ഉണ്ട് പരിചയമുണ്ട്. നല്ല കുട്ടിയാണോ? അത്യാവശ്യം നല്ല കുട്ടിയാണ്. ഓട്ടോറിക്ഷ കൊണ്ടോട്ടെ. നന്ദുകുട്ടൻ അവ അങ്ങനെ ഇട്ടേക്കണേ. രാജമാലിക്ക് നേരത്തെ പറഞ്ഞേ, നേരത്തെ കണ്ട് സംസാരിച്ചില്ലേ? അതെ. ഇപ്പോഴും ഇപ്പ അല്ല എന്ത് പറ്റിയ അവര് തമ്മില്? എനിക്കറിയാമേ, എന്തോ ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. ഇവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ച് രണ്ടുപേരും ഇപ്പൊ നേരിട്ട് കാണാറില്ല. രണ്ടുപേരും നേരത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്തായിരുന്നു വരുന്നതെല്ലാം പോകുന്നതല്ല. പക്ഷെ ഇപ്പം ഒരാൾ മുതുക്കിലാണ്, ഒരാൾ പലേറ്റിലാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പുതിയൊരു കൊച്ചൊന്നുമില്ല, മിത്ര. അത് നിനക്കറിയാം? അവിടെ നിൽപ്പുണ്ടോ? നിക്കുന്നതോ? നമ്മള് പെണ്ണിന്റെ പുറകെ പോകത്തില്ല കേട്ടോ. അത് വേണ്ട. അത് അങ്ങോട്ട് വിളിച്ചോണ്ട് ഞാൻ വിളിച്ചു ബാബുശ്ശേരിയോടല്ലേ ഞാൻ വിളിച്ചോണ്ട്. ഇവിടെ സിഗരറ്റ് ഇവിടെ പിച്ചക്കാരനെ പോലെ ഇരിക്കുന്നതാ. അങ്ങോട്ട് നോക്കിയിരുന്ന അയ്യടി, അങ്ങോട്ട് നോക്കിയിരുന്ന അയ്യടി. കണ്ണാപ്പിയുടെ ബെസ്റ്റ്. കണ്ണാപ്പി ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടല്ലോടാ, കൊറേ സമ്പാദിക്കുന്നല്ലോ ഉണ്ടല്ലോ കണ്ണാപ്പി. റെഗുലർ ആവേണ്ടി വരുമോ? റെഗുലർ ആവേണ്ടി വരുമോ?
ബാബുശേഖർ ലവ് ഫ്രം മലപ്പുറം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കസിൻ ഷോപ്പിൽ വെച്ച്. മലപ്പുറത്തോ? ഡാർക്ക് നോവ അതാണോ? എവിടെയായിരുന്നു? കസിൻ ഷോപ്പിൽ വെച്ചോ? ഹലോ ഹലോ ബാബുശേഖർ പറയടാ. യോഗമില്ല. നേരത്തെ ഒരു പയ്യൻ അവളുടെ ചുറ്റിനും കിടന്ന് കറങ്ങിയപ്പോഴേ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു വളക്കാരാണ്. അതെ, ഇനി ഗേൾസിന്റെ വളയ്ക്കോ വളയ്ക്കാതിരിക്കും ചെയ്യും. നമ്മൾ ഇതിന് ബോധം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, നമ്മള് ഒരു അവയർനെസ് കൊടുക്കണ്ടേ? ഇവിടെ പെൺകുട്ടികൾക്ക് ഒരു സുരക്ഷ ഇല്ലാതല്ലേ സത്യം 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 പറഞ്ഞാൽ മുതുക്കുകാരെ പെണ്ണാഴ്ചകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അല്ലേടാ വില്ലോ? അല്ലേ രണ്ടുപേരൊക്കെയാണ്, മനസ്സിലായില്ലേ? പെണ്ണ് പോരാതിന്റെ പാവയും കൂടെ കൊണ്ടുവരണം. നിന്റെ കൂട്ടുകാരനാണ് കണ്ണാപ്പി. ഞാൻ നിന്നെ അല്ല പറഞ്ഞ മന്ദാരത്തിനെയാണ്. മന്ദാരത്തിന്റെ കയ്യിൽ പാവം ഉണ്ടായിരുന്നല്ലോ, നിന്റെ കയ്യിൽ പാവമല്ലല്ലോ. ഇത് പൂച്ചയല്ലേ? പാവയല്ല അത്, മന്ദാരത്തിന്റെ പൂച്ച. പേര്. നിന്റെ ഗേൾഫ്രണ്ട് ബില്ലുവിന്റെ ഗേൾഫ്രണ്ട് പേരുണ്ടായിരുന്നോ? പാച്ചു. ഓ നൈസ് മീറ്റ് യു പാച്ചു. ഓ പാച്ചു പണ്ട് മൂലേ ഉള്ളതല്ലേ? ഓ ഇവ ഒരുപാട് നാളായി പുറകെ നടക്കുന്നുണ്ടല്ലേ? എന്ത് പറ്റി സെറ്റായതേ? സെറ്റായിരുന്നോ? അറിയാലോ, ഗ്യാങ്ങിൽ പെണ്ണ് പറ്റത്തില്ല. അപ്പൊ ഒരു ക്രൈസിസ് വരുമ്പോ ബ്രേക്കപ്പ് ചെയ്യേണ്ടി വരും. അതെ 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 അതെ. അണ്ണ് വന്നു കഴിഞ്ഞാ പറഞ്ഞു പിരിയും. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞു പിരിഞ്ഞാ ഓക്കെയാണ്. ഓക്കെ ഓക്കെ, അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല. അത് നമ്മുടെ അനിയനാണ്. ഇപ്പോ നിങ്ങൾ ബ്രേക്കപ്പ് ആയി ചിലപ്പോ നമുക്ക് നമ്മുടെ വാരിസ് നിലനിർത്താൻ വേണ്ടി നമ്മൾ ചിലപ്പോ അവനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കും. പിന്നെ വേറെ ഏത്? അതെ, അതൊക്കെ അന്നു തീരുമാനിക്കും. അന്നു വന്നിട്ട് അന്നു തീരുമാനിക്കും കേട്ടോ. മൂത്ത ആൾക്കാരൊക്കെ തീരുമാനിക്കും. അന്നു വന്നിട്ട് അന്നു തീരുമാനിക്കും. പിന്നെ ഈ പകൽ ഈ പെമ്പിള്ളേർ ഫ്രണ്ടി വെച്ച് കിടക്കുന്ന പോലെയല്ല, രാത്രി ഗ്യാങ് ഹൗസിൽ വരുമ്പോഴത്തേക്ക് വേറെ കെട്ടിക്ക് നമ്മുടെ അടുത്ത് കരയില്ല കേട്ടല്ലോ. ഓ പറഞ്ഞിട്ടേ ഇല്ല അവൻ. ഞാൻ ലാസ്റ്റ് ഒരു 3 മാസം മുന്നേ, നിങ്ങള് 3 മാസം മുന്നേ റിലേഷൻ അല്ലായിരുന്നോ? അപ്പൊ 3 മാസം ആയിരുന്നോ? 1.5 വർഷം. 1.5 വർഷമായിട്ടാ? 1.5 വർഷം. എന്നിട്ട് നിന്റെ കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോടാ ബില്ലോ. ഇവള് പഠിക്കാൻ പോയിക്കായിരുന്നു, അതുകൊണ്ട് പേര് ആവാമോ? അല്ല എനിക്ക് വേറെ ഇപ്പൊ മനസ്സിലായി. കുട്ടി വേറെ പഠിക്കാൻ പോയത് കൊണ്ട് അവൻ വേറെ നോക്കിയതാണ്. അത് വേറെ പ്രശ്നമില്ല. തിരിച്ചു വന്നപ്പോൾ കുട്ടി തന്നെ വന്നല്ലോ. ആരെ നോക്കിയിട്ടില്ല. അതാണ് ട്രൂ. അണ്ണന്റെ കസിന്റെ ഷോപ്പിൽ വെച്ച് ടിവിയും നെയിം. ഞാൻ പറഞ്ഞവരൊക്കെ എടുത്ത് പഠിക്കാൻ പോയിക്കാണ് പറഞ്ഞായിരുന്നു. കുഴപ്പമില്ല വിട്ടേ. നിങ്ങളിപ്പോ ഓൾറെഡി സെറ്റ് അല്ലേ? പിന്നെന്താ നമ്മൾ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്? പിന്നെ അതിപ്പോ കുട്ടി അവന് വേറൊരു ഇഷ്ടമുണ്ടായ അത് കുട്ടിയുടെ മിസ്റ്റേക്ക് തന്നെയാണല്ലേ? അല്ല, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കുട്ടിയുടെ മിസ്റ്റേക്ക് ആണോ അല്ലേ? അതെ 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 അതെ. പക്ഷെ ഈ ഇവന്റെ കേസിൽ കുട്ടിയുടെ മിസ്റ്റേക്ക് അല്ല, അത് അവന്റെ കഴപ്പാണ്. തുറന്നു പറയണല്ലോ. കുട്ടി ഈ കേസിൽ സേവ് ആണ്. അല്ല, ഈ 3 മാസമായിട്ട് നീ ട്രൂ ലവ് ആണ്, ഞാൻ സമ്മതിച്ചല്ലോ. 3 മാസമായിട്ട് ട്രൂ ലവ് ആണ്. നമ്മള് കഴിഞ്ഞ കൊല്ലം കാണുന്ന അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ട്രൂ ലവ്. ഇനി മുതൽ ട്രൂ ലവ് തന്നെ. ഞാൻ ഒന്നും പറയുന്നില്ല കുട്ടി. നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ തലേ തൊട്ട് സെറ്റ് ഇടാൻ പറഞ്ഞാൽ ഈ 1.5 വർഷത്തിനിടയിൽ വേറെ ഗേൾസിനെ നോക്കിയിട്ടില്ല, കോഴിത്തരം കാണിച്ചിട്ടില്ല എന്നുള്ളത്. കോഴിത്തരം കാണിച്ചില്ല, ഈ കൊച്ചിന്റെ തലേ തൊട്ട് സെറ്റ് 1.5 വർഷത്തിനിടയിൽ തല പൊട്ടി തെറിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കോഴിത്തരം 1.5 വർഷത്തിന്റെ ഇടയിൽ കാണിച്ചിട്ടില്ല. ഓക്കെ അല്ലേ? കുട്ടിക്ക് മനസ്സിലായില്ലേ? എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ ഇനി ഇതിന്. കൈ വേറെ വേറെ ആയിട്ടായിരിക്കണം, മനസ്സിലായ? ഒരു നിസാര സത്യം ചെയ്യാൻ പോലും പറ്റാത്തൊരു സത്യം. അതെ, എന്റെ തലയിലോട്ടാണല്ലോ വരുന്നത്. ഇല്ല കറക്റ്റല്ല, തലി തൊട്ടില്ല. സത്യം. എന്ത് സത്യം? ഞാൻ വേറെ പെൺപിള്ളേരൊന്നും പിന്നാലെ പോയിട്ടില്ല. 1.5 വർഷത്തിന്റെ ഇടയില് 1.5 വർഷത്തിനിടയിൽ തന്നെ കോഴിത്തരം കാണിച്ചിട്ടില്ല. നമ്പർ പോലും മേടിച്ചിട്ടില്ല. നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്, അതെല്ലാരും നമ്പർ കുഴപ്പമില്ല. കോഴിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പഴേ കുട്ടിയുടെ തലയെ കുതിട്ട് തട്ടിയിട്ട് അർത്ഥം മനസ്സിലായോ? എങ്ങനെയും പാച്ചുവിനെ കൊന്നിട്ട് അവന് വേറെ നോക്കണം. പോയി തല പൊട്ടി തെറിക്കാൻ വേണ്ടിയല്ല സത്യമായിട്ട് നീ കൊല്ലാൻ നോക്കുന്നാടാ പാച്ചുവിനെ, നമ്മുടെ പാച്ചുവിനെ. പാച്ചുവിന് ചോദിക്കാൻ പറയാൻ ആരില്ലെന്ന് വിചാരിച്ചോ നീ? പിന്നെ അല്ല ഒരു ഏട്ടന്റെ സ്ഥാനത്ത് എന്നും രണ്ടേട്ടൻ അത് നിനക്ക് നല്ല പ്രായം ഉണ്ടല്ലോടാ, നീയും ഏട്ടൻ തന്നെ. ഞാനും കൊഴപ്പില്ല. എന്തായാലും ഇനി ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോലെ കേട്ടാവില്ലോ. ഈ പോയത് പോയി കഴിഞ്ഞു. ഇല്ല ഞാൻ പോയിട്ടില്ല. പിന്നെ സത്യമായിട്ടില്ലല്ലോ. കാത്തിട്ട് പിന്നെ വില്ലുവിന്റെ മറ്റേ സ്നൈപ്പിന്റെ കല്ലിന്റെ പുറകെ പോയി ഇപ്പൊ പാച്ച് ഞാൻ പോയിട്ടൊന്നില്ല. അത് സ്നൈപ്പിന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് പോയത്. ആരാന്ന് നിങ്ങൾ രണ്ടു അപ്പുറത്ത് പോയി അടി വെച്ചോടെ കുറച്ചേരം. നിങ്ങൾ ഒന്ന് സംസാരിച്ച് സോൾവ് ആക്കി അല്ലല്ല പോയിട്ട് ഒന്ന് സംസാരിച്ചു. പാച്ചുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഞാൻ ഉത്തരം കൊടുത്തിട്ട് പേടിക്കുന്നതിനാ, പാച്ചുവിനെ പേടിക്കുന്നതിനാ. സത്യമായിട്ട് സംസാരിച്ചാൽ പറഞ്ഞോ. അപ്പം ഇവര് പുതിയ ആൾക്കാരാണ് ഇവിടെ. അപ്പം രണ്ടുപേരോ? അപ്പൊ ഓരോരുത്തരായിട്ട് നമ്മളെ പക്ഷേ നമ്മളെ സിറ്റിയിൽ ചെറിയൊരു വെളി പറയണ്ട ഒരു അധോലോകമാണ്. അതായത് അണ്ടറിൽ സിറ്റിയുടെ അണ്ടറിൽ നിങ്ങൾ കാണുന്ന സിറ്റിയല്ല, ഈ സിറ്റിക്ക് അണ്ടറിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ അത് കൺട്രോൾ ചെയ്യുന്നതിൽ മെയിൻ 2-3 പേരിൽ ഒരാള് ഇവനാണ്. മറ്റൊരാൾ ഇവനാണ്. ഇവൻ അപ്പുക്കുട്ടൻ മെയിൻ വില്ലുവാണ്. ഓക്കെ, അതെ ഇവരെയൊക്കെ തലവേദന സഹിക്കുന്നത് ഞാനാണ്. അപ്പൊ കുട്ടി പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്താണ് സഹായം വേണ്ടത് സിറ്റിയില്? കൊട്ടി ഞാനപ്പോ എന്റെ പേര് മിത്ര. ഓ മിത്രത്തിന്റെ പേരെന്താ? സ്റ്റിങ്. ഓക്കെ. എന്താണ് നിങ്ങൾ എങ്ങനെയാണ് സിറ്റിയിലോട്ട് വന്ന് ഒരുപാട് നാളായോ? 5-6 മാസം. രാവിലെ വന്നാണോ? രണ്ടാഴ്ച. ഓക്കെ. ചെറിയൊരു സമ്പർക്ക പ്രശ്നം ഉണ്ടായിരുന്നു. ഇവരെ ഇവിടെ കുറെ പേര് പറ്റിക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു കേട്ടോ. കണ്ണാപ്പിനാണോ പേര്? മനസ്സിലായില്ലേ? പറ്റിക്കാൻ ശ്രമിച്ചാളുടെ പേര് കണ്ണാപ്പി. പച്ച ഡ്രസ്, ഇതേപോലത്തെ ഒരു മുഖം. ഹലോ, അല്ല നിങ്ങൾക്ക് ഇവിടെ ഈ 2 ആഴ്ച ഫേസ് ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നല്ലോ പറഞ്ഞു. വലിയ മനുഷ്യനാണ്. മനസ്സിലാണ്, എല്ലാം അറിഞ്ഞറിഞ്ഞ് സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. പൈസയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നോ? പൈസയൊക്കെ ഉണ്ടോ എല്ലാത്തിനുള്ളേ? കണ്ടാലേ അറിയാലോ അവരൊക്കെ പൈസ ഉണ്ടോ? ഒരു കയ്യിലൊരു 10 കോടി കാണുമായിരിക്കുമല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഈ ആഴ്ച തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു 2 കോടി വെച്ച് കൊണ്ടുതരണം. ഗുണ്ടാ പിരിവൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഗുണ്ടയുടെ ആവശ്യമില്ല, പക്ഷെ ഗുണ്ടയ്ക്ക് നിങ്ങൾ ആവശ്യമുണ്ട്. പിരിച്ചോണ്ട് വന്നില്ലെങ്കിൽ തലവെട്ടി കളയും. നമ്മളിവിടുത്തെ യൂണിയൻകാരാ. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ ജോലി ചെയ്താലും കമ്മീഷൻ തരണം, ജോലി ചെയ്തില്ലെങ്കിൽ കമ്മീഷൻ തരണം. പോലീസിന്റെ അടുത്ത് എങ്ങാനും കംപ്ലൈന്റ് കൊടുത്താൽ പോലീസിനെ നിങ്ങളെയും കത്തിക്കും. പിന്നെ ഒരിക്കൽ നിങ്ങളെയും പോലീസിനെ കത്തിച്ചാൽ പിന്നെ നിങ്ങൾ ഇവിടെ പോയി കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ നമ്മളടുത്ത് വന്ന് കംപ്ലൈന്റ് ചെയ്യണം, നമ്മളാരും കത്തിക്കില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പൊ സിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല 1-2 ജോലികൾ ഇവർ പറഞ്ഞു തരും. പറഞ്ഞുകൂടെ അപ്പൊ കൂടെ? ഏറ്റവും എളുപ്പം കാശുണ്ടാക്കാൻ പറ്റുന്ന ട്രക്ക് ജോബ്. നിങ്ങൾ കസിൻസ് അല്ലേ? ഒരുമിച്ച് ചെയ്താൽ മതി, അത് പെട്ടെന്ന് തീരും. ഓരോരുത്തർക്ക് ചെയ്യാനാ. ഓക്കെ, അപ്പം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് HRK വിളിച്ചാൽ ആള് ഫണ്ട് പിരിക്കാൻ ഇറങ്ങും. HRK എടാ, മുരുകൻ 5 കോടി ഈ ആഴ്ച തരാന്ന് പറഞ്ഞ് തന്നിട്ടില്ല. അവന്റെ കാല് വെട്ടിയേ. വലത്തെ കാലാണോ ഇടത്തെ കാലാണോ? മൂന്നാം കാലം. അവൻ കസിനല്ലെന്ന് പറഞ്ഞു പോയി. അവര് കഴുത്തും കാലും വെട്ടും. ഇല്ല നമ്മളെ ഓടിയാലും വെട്ടും, ഓടിച്ചിട്ട് വെട്ടും. എല്ലാം എന്നെ കണ്ടാലേ അറിയത്തില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അല്ലേ? കഴിഞ്ഞ ആഴ്ച വെട്ട് മാറിക്കൊണ്ടതാ മൂക്കില്. കിട്ടിയ വെട്ട. ഇതൊരു പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ.
ഈ ആഴ്ച റീലില് വരും. നമ്മുടെ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമില്. കുട്ടിക്ക് ഫേസ് കാണിക്കുന്നോണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചാനലില്? എന്നെ ബ്ലറാക്കി കുഴപ്പമില്ലല്ലോ. മനസ്സിലാകത്തില്ല പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്പർ അയച്ചേക്കാം. കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് തരണേ. ഇപ്പൊ ഞാൻ കൊളാബ് ഇട്ടേക്കാം മിത്രയുടെ നമ്പറില്. ഇൻസ്റ്റാഗ്രാം ലിങ്ക് അയക്കാമല്ലോടാ. അതെ വാങ്ങിച്ചില്ല. ഓക്കെ അപ്പൊ പറഞ്ഞ പോലെ 5 കോടിയായിട്ട് കാണാം. ഓക്കെ പോയിട്ട് വരാം. വാ മിത്ര ഞാൻ വേണോ? എടാ മിത്രയുടെ കേസ് പറഞ്ഞ എനിക്ക് മൂത്രം വയ്ക്കാൻ പറ്റുന്നു. പെട്ടെന്ന് തന്നെ വാ. SRK വാടാ, മൂത്രം വയ്ക്കാൻ പറ്റുന്നു. പിടിച്ച അതിന്റെ ഇടയിൽ കൂടെ അവന് പോയി പരിചയപ്പെടണം. മച്ചാനെ ആ നിന്നെ വിളിക്കുന്ന മച്ചാനെ വിളിച്ചു. മച്ചാനെ പറ മച്ചാനെ. എന്താ മച്ചാനെ? ജസ്റ്റ് ആ വെള്ളം കൂടി ആള് മറക്കല്ലോ. പറടാ കേട്ടി. അപ്പൂട്ടാ ഞാനപ്പോഴേ പോയിട്ട് വരാം. പോയിട്ട് ഇനി വരുവോ? എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഒന്ന് അരിച്ച് പറക്കി നോക്കട്ടെ. വെട്ടാൻ വല്ലതും കിട്ടിയ ഒരാഴ്ചക്ക് ഇല്ല. വെട്ടാൻ കിട്ടിയില്ല നാളെ വരാം. ഹലോ ഓ നമ്മള് പരിചയപ്പെട്ടില്ല. എന്റെ പേര് KD എന്നാണ്. സിറ്റിയില്. ഓ ഓക്കെ നൈസ് ടു മീറ്റ് യു. എത്ര KD എന്നുള്ള ഊള തമാശ ഞാൻ പറയുന്നില്ല. പിന്നെ അപ്പൂട്ട പിന്നെ പറയണ്ടേ? നീ കാണത്തില്ലല്ലോ. ഹലോ എടാ അപ്പൊ കൂടെ ഞാനൊന്ന് ഇറങ്ങിയിട്ടായിരുന്നു മണ്ടം വിശ്വസിച്ചു. എടാ മകളെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഞാൻ വിചാരിച്ചു ഒന്ന് ഇവിടെ നല്ല അടി പൊട്ടും. എനിക്ക് കണ്ണെടുത്ത് 2 വീസാന്ന് പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. എടാ നിന്നെ കൊണ്ട് എന്നെ ഇവിടെ നല്ലൊരു പ്രശ്നം പോലും ഉണ്ടാക്കിയിട്ടില്ല ഒരുത്തനും. ഉണ്ടായിരുന്നോ? കുഴപ്പമില്ല. ഹോൾഡ് മാറ്റി പിന്നെ അറിയിച്ചേക്കണേടാ. ഒരു മനസ്സമാധാനമില്ല. സത്യോടെ എത്ര നാളെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് പ്രഷർ ഉണ്ട്. ആരുടെയും തലയിൽ തീർത്താത്തൊരു സന്തോഷം. ആരെങ്കിലും ഒന്ന് മെക്കിട്ട് കയറി 2 പറയാം. ഇവിടെ ആരുടെയും പറഞ്ഞ എല്ലാരും കളഞ്ഞിട്ട് പോകുന്ന പറയും. ഇപ്പൊ ഒരാള് വരും. പറ്റിയ ഒരാളുണ്ടായിരുന്നു പറയാം. ആരാ? കത്തിപ്പോയി. ചിമ്പോ? അതേതിൽ ചിമ്പോ? ഇത് നമ്മളെ